വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതെന്നും ഓർഗനൈസ് ചെയ്യുന്നതെന്നും കാണിക്കുന്നൊരു വീഡിയോ ആണ്. എല്ലാവരും കാണാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഈ ഫ്രിഡ്ജിന് താഴത്താണ് കേട്ടോ ഫ്രീസർ വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫ്രീസറൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനുള്ളിലുള്ള ചിക്കനും സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബോക്സൊക്കെ ഒന്ന് എടുത്തിട്ട് നല്ലോണം കഴുകി പിന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയും വിനീഗറും ഡിഷ് വാഷും പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ലിക്വിഡ് വെച്ചിട്ടാട്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നല്ലൊരു തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കുന്നുണ്ട്. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും കച്ചറൊക്കെ കാണുകയാണെങ്കിൽ അപ്പം തന്നെ തുടച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും. നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് കഴിയുകയും ചെയ്യും. അപ്പം ഞാൻ എടുത്ത സാധനങ്ങളൊക്കെ അതേപോലെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഇനി അടുത്തത് ഫ്രിഡ്ജിനുള്ളിലുള്ള ക്ലീനിങ് ആണ്. അപ്പോൾ അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ആ റാക്കൊക്കെ ഒന്ന് ഊരിയെടുത്തിട്ട് നല്ലോണം കഴുകി നല്ലൊരു കോട്ടൺ തുണി വെച്ച് തുടച്ച് മാറ്റി വെക്കുക കേട്ടോ ചെയ്യാം. റാക്കിലൊന്നും കാര്യമായിട്ടുള്ള കച്ചറൊന്നുമില്ല, പക്ഷെ എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് കഴുകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിയപ്പം അതെല്ലാം കൂടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്നും കൂടെ വിചാരിച്ച്. റാക്കൊക്കെ സാധാ ഡിഷ് വാഷ് വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത്. അതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ റാക്കുകളൊക്കെ നല്ലോണം കഴുകിയിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് ഇതുപോലെ തുടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഫ്രിഡ്ജിനുള്ളിലുള്ള ക്ലീനിങ് ആണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ലിക്വിഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിനുള്ളിലുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ വെജിറ്റബിൾസാണ് വെക്കുന്നത്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. മേലെ വെക്കുന്ന ഈ ബോട്ടിൽസിൽ കൂവപ്പൊടി അതേപോലെ തന്നെ ഈസ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേലെ കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് കുപ്പിയിലിട്ട് വെക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല കുറച്ച് ഫ്രൂട്ട്സും അതേപോലെ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഓൺലൈനായിട്ടും അല്ലാതെയും ഇതുപോലെ പലതരത്തിലുള്ള ബാസ്ക്കറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഓൺലൈനായിട്ടൊന്നല്ല, ഏതൊരു ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ്. ഇത് പിന്നെ അച്ചാറിടാനായിട്ട് കുറച്ച് നാരങ്ങയും അതേപോലെ തന്നെ ഈത്തപ്പഴം കൂടെ മേടിച്ചതാണ്. പക്ഷെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ഒരു കുപ്പിയിലാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇതുപോലെ ഇങ്ങനെ ബാസ്ക്കറ്റിലാക്കിയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, പരന്ന് കിടക്കുകയും ചെയ്യില്ല. നമുക്കൊരു കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയാട്ടോ. ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു ഐറ്റം ആട്ടോ. ഇതുപോലെ ഇങ്ങനെ മേലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ വേണമെങ്കിലും എന്തെങ്കിലും സാധനം വെക്കാനും പറ്റും, നല്ലൊരു സ്പേസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ സാധനങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം ഗ്യാപ്പ് വരാതെ 1-2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കച്ചറി എന്തെങ്കിലും ആവുകയെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരു തുണി കൊണ്ട് എങ്ങാനും തുടച്ചെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ഫുള്ളായി ക്ലീനിങ് കഴിഞ്ഞ് ഇനി പുറം ഭാഗം ഒന്ന് അതേ ലിക്വിഡ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്.
എല്ലാവരും ഇതേപോലെ തന്നെയാണ് ക്ലീൻ ചെയ്യാമെന്നൊന്നുമില്ല. ഞാൻ എൻ്റെ രീതിയിൽ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യുന്നതെന്നും കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്